ഇറാൻ ആകാശക്കൊള്ള തുടങ്ങി എന്ന് അന്താരാഷ്ട്ര മീഡിയകളും ഇസ്രായേലി മാധ്യമങ്ങളും ആരോപിക്കുകയാണ്. പറയുന്ന കാര്യം, ഉപരോധങ്ങൾ അതിജീവിക്കാൻ വേണ്ടി രാജ്യത്തേക്ക് വ്യത്യസ്ത തരത്തിലുള്ള ആയുധങ്ങളും സംവിധാനങ്ങളും എത്തിക്കാൻ ഇറാൻ ഇപ്പോൾ കടൽ മാർഗം ഒഴിവാക്കിക്കൊണ്ട് ആകാശക്കൊള്ള എന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ആരംഭിക്കുന്നത്. കാർഗോ വിമാനങ്ങളും യാത്രാ വിമാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം എന്ന തരത്തിൽ സൈനിക ആവശ്യങ്ങൾക്കും രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കുമെല്ലാം ഡ്യൂൾ സിസ്റ്റം ഉപയോഗിക്കുന്നു എന്ന തരത്തിലാണ്. സിവിൽ മേഖലയിലും സൈനിക മേഖലയിലും ഉപയോഗിക്കാൻ പാകത്തിലുള്ള ആയുധങ്ങൾ മറ്റ് ലോക രാജ്യങ്ങളിൽ നിന്ന് കടത്താൻ വേണ്ടിയിട്ട് യാത്രാ വിമാനങ്ങളും കാർഗോ വിമാനങ്ങളുമാണ് ഇപ്പോൾ ഇറാൻ ഉപയോഗിക്കുന്നത് എന്നാണ് അവർ പറയുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം. അതിന് റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ സഹായം ഇറാന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് ദൂരവ്യാപകമായിരിക്കുന്ന പ്രത്യാഘാതം ഭാവിയിൽ ഉണ്ടാക്കുന്നതാണ്. ഇത് ആരും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ യാത്രക്കാരുടെ ഇരിപ്പിടത്തിന് അടിഭാഗത്തോ കാർഗോ വിമാനത്തിൽ മറ്റു വസ്തുക്കൾ നിറച്ചുകൊണ്ടോ രാജ്യത്തേക്ക് ഉപരോധം മൂലം മറ്റ് ലോക രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി നിരോധിക്കപ്പെട്ട വസ്തുക്കൾ നിരന്തരം എന്ന തരത്തിൽ ഇറാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് 2-3 രീതികളാണ് അവർ പറയുന്നത്. പഴക്കം ചെന്ന വിമാനങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാനുള്ളത്. പുതിയ വിമാനങ്ങളൊന്നും ഫ്രാൻസോ ഇറ്റലിയോ ജർമ്മനിയോ ഏറ്റവും വലിയ വിമാന കമ്പനികൾ ആരും ഇറാന് നൽകുന്നില്ല. അതിനാൽ തന്നെ അവരുടെ വിമാനം പഴക്കം ചെന്നു എന്ന കാരണത്താൽ തന്നെ പല അപകടങ്ങളും പല ദുരന്തങ്ങളും ഉണ്ടാവാറുണ്ട്. ഈ കാര്യത്തിൽ ഇറാൻ വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാകുന്നു. അതിനെ അതിജീവിക്കാൻ വേണ്ടി ഏതെങ്കിലും എൻജിൻ പോലെയുള്ള വിമാനത്തിൻ്റെ എൻജിനോ സംവിധാന കാര്യങ്ങളോ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ പ്രയാസമുള്ളതിനാലും ഉപരോധം നിലനിൽക്കുന്നതിനാലും യാത്രാ വിമാനങ്ങളും കാർഗോ വിമാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ്. മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നുണ്ട് എന്നാണ് അനുമാനം. പക്ഷേ അതേക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായ രീതിയിൽ പുറത്ത് വിട്ടിട്ടില്ല. ഇതിന് ഒരു ഏജൻറ്റ്, ഈ റഷ്യയും ചൈനയും അല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഏജൻസി ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ മുഖാന്തരമാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നാണ് അനുമാനം. ഇത് ദൂരവ്യാപകമായിരിക്കുന്ന പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം ഏത് തരത്തിൽ, അതായത് ഇറാൻ നിർമ്മിക്കപ്പെടാത്ത പല വസ്തുക്കളും നിരോധിക്കപ്പെട്ട വസ്തുക്കൾ പോലും ഇറക്കുമതി ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യം. മുൻപെല്ലാം കപ്പൽ മാർഗം കടൽ വഴിയാണ് ഇത്തരം പ്രവൃത്തികളിലൊക്കെ ഇറാൻ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ആകാശപാതയും ഉപയോഗിക്കുന്നു. അത് പ്രത്യേകമായ രീതിയിൽ നിരീക്ഷിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ്. എന്നാൽ ആകാശത്തിൽ നിന്ന് ഒരു വിമാനത്തെ നിയന്ത്രിക്കാനോ നിരീക്ഷിക്കാനോ പരിശോധിക്കാനുള്ള ഒരു സംവിധാനവും ഇന്ന് ലോക സംവിധാനത്തിൽ ഇല്ല. മാത്രമല്ല അതിന് അധികാരപ്പെടുത്താൻ ഒരു രാജ്യം നിലനിൽക്കുന്നുമില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ ഉപരോധ കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അതിജീവിക്കാൻ അവർക്ക് സാധിച്ചത് മറ്റ് ലോക രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ പറയുന്നത് വലിയ ധൈര്യത്തോടു കൂടിയും വലിയ രീതിയിലുള്ള വിജയം ഉറപ്പിച്ചിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായത്. അതിന് പ്രധാനമായിരിക്കുന്ന കാരണം മറ്റ് രാജ്യങ്ങൾ ഇവരെ സഹായിക്കുന്നു. അമേരിക്കൻ വിരുദ്ധ ചേരി ഏകോപിച്ചുകൊണ്ട് ഇറാനെ സഹായിച്ചുകൊണ്ട് ആ യുദ്ധത്തിൽ ഇറാനെ വിജയിപ്പിച്ചെടുത്തു എന്നും പറയുന്നുണ്ട്. പ്രതിരോധങ്ങൾ ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്ന സമയത്തുണ്ടായിരുന്ന പ്രതിരോധ നിർമ്മിതികളെല്ലാം യഥാർത്ഥത്തിൽ ഇറാൻ്റേതല്ല. നിർമ്മിതികളെല്ലാം ചൈനയുടേതോ റഷ്യയുടേതാണ്. എങ്ങനെ അവിടെ എത്തി എന്ന് ചോദിച്ചാൽ ഇതിന് മുൻപ് തന്നെ ഇറാൻ ആക്രമിക്കാൻ വലിയ പദ്ധതി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്തപ്പെട്ടത് എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ സങ്കീർണമാക്കപ്പെട്ടതാണ്. വളരെ കൃത്യതയോടുകൂടി ഇതിനെക്കുറിച്ച് പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അഥവാ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: എല്ലാ മേഖലയിലും ഇറാൻ ഇടപെടുന്നു. ഇറാനെ പ്രതിരോധിക്കാനോ ഇറാനെ എതിർക്കാനോ അറബ് രാജ്യങ്ങൾക്ക് സാധിക്കാത്ത വിധം ഇറാൻ അതിശക്തമായിരിക്കുന്ന ഒരു രാജ്യമാണ്, ഒരു ആയുധ രാജ്യമാണ് എന്നുള്ളത് പ്രഖ്യാപിക്കപ്പെട്ടതായിരുന്നു ഇസ്രായേലുമായിട്ട് യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സത്യത്തിൽ ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചത് മണ്ടത്തരമാണ്. അത്തരം ചെയ്യരുതായിരുന്നു. അതിൻ്റെ കാര്യം അവർ പറയുന്നത് 2 നഷ്ടങ്ങൾ അതിനാൽ ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. അതിലൊന്ന്, ഇറാൻ ഒരു ശക്തിയുള്ള രാജ്യമാണ് എന്ന് ലോകത്തോട്
ലോകത്തിന് മുൻപിൽ തെളിയിക്കാൻ അവർക്ക് അവസരം കൊടുത്തൊരു പ്രവൃത്തിയായിരുന്നു ഇസ്രായേൽ ചെയ്തത്. രണ്ടാമത്തത്, തങ്ങൾക്ക് ഇത്രയേ ശക്തിയുള്ളൂ, ഇറാൻ തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ തങ്ങൾക്കാവില്ല എന്ന് തെളിയിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ നോക്കുകയാണെങ്കിലും വലിയ നഷ്ടങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. മാത്രവുമല്ല, ഭാവിയിൽ ഇസ്രായേൽ ആയിരിക്കും തങ്ങളുടെ മുഖ്യ ശത്രു എന്ന് മനസ്സിലാക്കിയ ഇറാൻ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൂട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും അത് ഇസ്രായേലിൻ്റെ ഇറാൻ്റെ പ്രധാനമന്ത്രിയും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും അത് കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുകയോ കരാർ വ്യവസ്ഥ പ്രകാരം യുദ്ധം അവസാനിപ്പിക്കുകയോ അല്ല ചെയ്തത്. ഒരു താൽക്കാലികമായിരിക്കുന്ന ഒരു യുദ്ധവിരാമം മാത്രമാണ്. അതിൽ യാതൊരു കരാർ വ്യവസ്ഥയും അടങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും ഇസ്രായേലിനെതിരെ തങ്ങൾ പോരാടുക തന്നെ ചെയ്യും. ഇസ്രായേൽ തങ്ങളുടെ ശത്രുവാണ് എന്ന് കൃത്യതയോടുകൂടി ഇറാൻ ആവർത്തിക്കുക മാത്രമല്ല അതിനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ ഭാഗത്തിൽ ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അപ്പോൾ ആകാശപാത ഉപയോഗിക്കുന്ന സമയത്ത് ഇതുവരെ ഒരു രാജ്യവും ഉപയോഗിക്കാത്ത തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കടലിലെ അന്താരാഷ്ട്ര പാത ഉപയോഗിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും ഈ ആയുധ നിരീക്ഷണം എന്ന പേരിൽ പല കപ്പലിനെയും അമേരിക്ക വ്യത്യസ്ത കാലങ്ങളിൽ ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കടൽപാത ഉപയോഗിച്ചുകൊണ്ട് അത്തരം ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായിരിക്കുന്ന ചെറുത്തുനിൽപ്പ് അവരെ കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നു എന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയും ഭയപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ഇന്ന് മുമ്പത്തെ അവസ്ഥകളും മുമ്പത്തെ സ്ഥിതികളെയും പോലെയല്ല ഇപ്പോൾ വിഷയങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം അവർ അനുമാനിച്ച് തന്നെ പറയുന്നു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മൂന്നാം ലോക രാജ്യത്തിലോ ദരിദ്ര രാജ്യത്തിലോ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ ഒക്കെ തങ്ങൾ ഇടപെടുന്ന സമയത്തൊക്കെ തങ്ങളുടെ നിലപാടുകൾക്കും തങ്ങളുടെ അഭിപ്രായങ്ങൾക്കും വലിയ രീതിയിലുള്ള മാനം കിട്ടിയിരുന്നു. തങ്ങൾ അതിലിടപെടുന്ന സമയത്ത് അത് ഒരു അവസാനത്തെ വാക്കായിട്ട് അമേരിക്കയെ പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് സ്ഥിതികൾക്ക് മാറ്റം വന്നിരിക്കുന്നു. ഇസ്രായേലുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ പരമാവധി രാജ്യങ്ങളൊക്കെ ഇപ്പോൾ അമേരിക്കയും ശത്രു രാജ്യമായിട്ടാണ് കാണുന്നത്. അത് തങ്ങൾക്ക് സാരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനൊരു പ്രതിവിധി എന്ന തരത്തിൽ ഈ മറ്റ് രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പല അറബ് രാജ്യങ്ങളുമായിട്ട് സഹകരിക്കാനും അവർക്ക് സൗഹൃദത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനും വേണ്ടി അമേരിക്ക പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങളൊക്കെ വലിയ രീതിയിലുള്ള നാശത്തിലേക്കാണ് എത്തുക എന്ന് ഇറാൻ ഇതിനിടയിൽ പറയുന്നതോടുകൂടി ആ ശ്രമം വിജയിക്കാത്തൊരു സ്ഥിതി ഉണ്ടാകുന്നു. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സങ്കീർണമാണെന്നും ആ സാഹചര്യങ്ങൾ ആന്തരികമായിട്ടാണ് ഉള്ളത് എന്നും യഥാർത്ഥത്തിൽ ഇറാനും അറബ് രാജ്യങ്ങൾക്കും മുറിവേറ്റയിരിക്കുകയാണ്. അവരുടെ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണം പ്രതീക്ഷിക്കാമെന്ന് ചില മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേലിനെയും ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെയാണ് അഭിപ്രായം പറയുന്നത്. ഈ അഭിപ്രായങ്ങളും യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഇസ്രായേൽ സൃഷ്ടിക്കുന്നു. കാര്യം ഇസ്രായേലിനെതിരെ ഏറെക്കുറെ മുസ്ലിം രാജ്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുകയും ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ വലിയ പങ്ക് വഹിക്കുന്നു. ഈ പങ്കാളിത്തമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഭയപ്പെടുത്തുന്നത് എന്ന് ചുരുക്കം.